സംസ്ഥാനത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ കൺസൾട്ടൻസികൾ മുഖേന വിദ്യാർത്ഥികൾ കബളിക്കപ്പെടുന്നതായുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇതിനെതിരെ ഉചിതമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി ആർ ബിന്ദു നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തിനകത്തും പുറത്തും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ കൺസൾട്ടൻസികൾ മുഖേന കബളിപ്പിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ പരാതി ലഭിച്ചിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കൺസൾട്ടൻസികൾ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ MK തോമസ് ഫയൽ ചെയ്ത കേസിൽ കേരള ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കൺസൾട്ടൻസികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന വിഷയത്തിൽ സമഗ്രമായ പഠനം നടത്തുന്നതിനായി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് അധ്യക്ഷനായി കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ 3-അംഗ വിദഗ്ധ സമിതി രൂപീകരിച്ചിരുന്നു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ ആധാരമാക്കി തയ്യാറാക്കിയ കരട് ബില്ല് പരിശോധിച്ചു വരുന്നു. ഇത് അന്തിമഘട്ടത്തിലാണ്. അടുത്ത സെഷനിൽ അത് ബില്ല് അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.